ശിവാംഗി ചേച്ചി കുറച്ച് ധൈര്യം കാണിച്ചല്ലോ ഇതുപോലെ കുറച്ചും കൂടെ എല്ലാവരും ഫേസ് ചെയ്യാനും എല്ലാവർക്കും മാതൃകയാവാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഇതുപോലെ പല വീടുകളിലും ഉണ്ടല്ലോ ഇപ്പോഴും ഒതുങ്ങി നിൽക്കുന്നത്. അവരോട് എന്താ ചേച്ചിക്ക് പറയാനുള്ളത്? നമ്മളാദ്യം നമ്മൾ അംഗീകരിക്കുക. കാരണം ഞാൻ ഇങ്ങനെയാണെങ്കിൽ ഇതാണ് എന്ന് പറയാം. നമ്മളെ കുടുംബത്തോട് പറയാം. ചില ആൾക്കാർ ഫാമിലിയോട് പറയാത്തതാണ് ചില കാര്യങ്ങളിൽ എല്ലാം വലിയ പ്രശ്നങ്ങളാവുന്നത്. ഞാൻ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഇനി വരുന്ന കുട്ടികളോടും ഇപ്പോഴുള്ള ആൾക്കാരോടൊക്കെ പറയുന്നുണ്ട്, നമ്മുടെ ഫാമിലി നമ്മളോട് ഉണ്ടെങ്കിലാണ് നമ്മുടെ ഈ സമൂഹം നമ്മളെ ചേർത്ത് നിർത്തുള്ളൂ. അല്ലാത്തടത്തോളം കാലം നിർത്തുമെന്ന് എനിക്ക് അത്ര വലിയ വിശ്വാസം ഒന്നുമില്ല. വയനാടൻ മലനിരകളുടെ മാറ്റുകൂട്ടുന്ന മനുക്കുന്ന് മലയുടെ മടിത്തട്ടിലെ പെങ്ങളുകുട്ടിയുടെ ജന്മദിനവും വിവാഹ വാർഷികവുമാണിന്ന്. ആൺകുട്ടിയായി ജനിച്ചെങ്കിലും കുഞ്ഞുനാൾ മുതൽ കൺമഷിയും പൊട്ടും പടൂറും ഇഷ്ടപ്പെട്ട ആ കുട്ടി പിന്നീട് 2 സർജറിക്ക് വിധേയയായി. ശിവാംഗി എന്ന മിടുക്കിയായി. പാലക്കാടൻ മലനിരകൾ താണ്ടി ചുരമേറി വന്ന പ്രമോദ് ശിവാംഗിയുടെ കഴുത്തിൽ മിന്നു ചാർത്തിയിട്ട് ഇന്നേക്ക് 8 വർഷം തികഞ്ഞു. ശിവാംഗിയുടെ വീട് ഒരു അമ്പലം പോലെയാണ്. ഒത്തിരി വൃത്തി, എല്ലായിടത്തും പോസിറ്റീവ് എനർജി. യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഞങ്ങൾക്കൊരു പപ്പായ പൊതിഞ്ഞു തന്നു ഉടപ്പിറന്നവരുടെ സ്നേഹം. ശിവാംഗിയും പ്രമോദും സന്തോഷമായി ജീവിക്കട്ടെ. ഈ ലോകം അവരുടേതുമാണ്. സമൂഹമേ, വേട്ടക്കാരൻ്റെ മനോഭാവം മാറ്റി ചേർത്ത് പിടിക്കാം ഇവരെയും.